ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ് എന്നത് +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ചാപ്റ്റർ നന്നായിട്ട് കാണാം. അതേപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ +2ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിൻ്റെ, അതായത് ഒരു സോളിഡിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഒരു സോളിഡിന് ഡെഫിനിറ്റ് മാസ് ഉണ്ടായിരിക്കും. നമുക്ക് സോളിഡായിട്ട് നമുക്കറിയാം, ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സ്റ്റോണ്, അതേപോലെ തന്നെ ഐസ്, അങ്ങനെ അതുപോലെ ഡെഫിനറ്റ് ഷേപ്പ് ഉള്ളതിനെയൊക്കെ നമ്മൾ സോളിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സോളിഡാണ്. കണ്ടാൽ നമുക്കറിയാം ഇതിനൊരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ പ്രോപ്പർട്ടീസും ഇതിനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് പോലെ ഒരു ഡെഫിനറ്റ് മാസ് ഉണ്ടെന്ന് പറയുന്നു അല്ലേ. ഇതിനെ നമുക്ക് വേ ചെയ്താൽ നമുക്ക് ഇതിനൊരു മാസ് കിട്ടും. ഇതിനൊരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്. ഇതൊരു സോളിഡാണ്. അതുപോലെ തന്നെ ഒരു വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഇതിനുണ്ട് അല്ലേ. ഇതിപ്പോൾ ശരിക്കുള്ള ഇങ്ങനെ പ്രശ്നം റെഗുലറൊന്നും അല്ലാത്തൊരിതാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ചതുരസ്തംഭത്തിൻ്റെ ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമുക്കിത് കണ്ടെത്താൻ പറ്റും അല്ലേ. സോളിഡ്സിൻ്റെ ഇക്വേഷന് വെച്ചിട്ട് LBH എന്ന ഇക്വേഷനൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ വോളിയം കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിലും ഇതിനൊരു വോളിയം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിനൊരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. അതേപോലെ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് അല്ലേ. ഇതിൻ്റെ ഷേപ്പ് ഡെഫിനിറ്റ് ആണ്. ഇതിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ലിക്വിഡാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ലിക്വിഡിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടെയ്നറിനനുസരിച്ച് മാറും എന്നറിയാം. പക്ഷേ ഇതുപോലുള്ള സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പാണ്. ഇതിൻ്റെ കണ്ടെയ്നർ മാറിയത് കൊണ്ടൊന്നും ഇതിൻ്റെ ഷേപ്പ് ഒരിക്കലും മാറുന്നില്ല. അതേപോലെ ഇതിനുള്ളിൽ നമുക്കറിയാം എല്ലാ പാർട്ടിക്കിൾസിനും, അതായത് സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അതിലൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട് നമുക്കറിയാം. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. ആദ്യം പഠിച്ചതാണ്. സോളിഡ്സിലാണെങ്കിൽ ആ പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ എന്താണ് തൊട്ടടുത്താണ് ഇരിക്കുന്നത് അറിയാം അല്ലേ. അപ്പോൾ ഒരു സോളിഡ് ആണെങ്കിൽ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് എല്ലാം എന്താണ് അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക നമുക്കറിയാം. വളരെ വളരെ അടുത്തായിട്ടാണ് ഇതിലെ പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അല്ലെങ്കിലോ ഇനിയിപ്പോൾ ഒരു ലിക്വിഡ് ആണെങ്കിലോ അതിൽ ഒരു കണ്ടെയ്നറിൽ ലിക്വിഡ് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് അകലം വരുന്നുണ്ട് അല്ലേ. ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് അകലമുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് ആണെങ്കിലോ, ഇപ്പോൾ ഒരു ബലൂണിൽ എയർ നിറച്ചിരിക്കുകയാണെങ്കിലോ അത് വളരെ അകലത്തിലായിരിക്കും അതിൻ്റെ പാർട്ടിക്കിൾസ് വരുന്നത്. അപ്പോൾ സോളിഡിൽ ഇങ്ങനെ വളരെ അടുത്താണ് ഈ പാർട്ടിക്കിൾസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, ഷോർട്ട് ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഷോർട്ടാണ്. അപ്പോൾ ഷോർട്ട് ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്തായിരിക്കും, ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയാം. വളരെ അടുത്ത അട്രാക്ഷൻ ആണുള്ളത് കണ്ടത് കൊണ്ട് തന്നെ സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടെന്ന് പറയാം. അതേപോലെ എന്താണ്, നമുക്ക് ഇൻകംപ്രസിബിൾ ആണ് അല്ലേ. ഇതിനൊരിക്കലും കംപ്രസ് ചെയ്യാൻ കഴിയില്ല, ഇൻകംപ്രസിബിൾ ആണ് പാർട്ടിക്കിള്. ഇതിൽ അതായത് സോളിഡ് എന്താണ്, ഇൻകംപ്രസിബിൾ ആണ്, അതായത് റിജിഡ് ആണ്. കംപ്രസ് ചെയ്യാൻ കഴിയാത്ത വിധം റിജിഡ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് കംപ്രസ് ചെയ്യാൻ കഴിയില്ല, ഇത് റിജിഡ് ആണ്. മറ്റൊന്ന് പറയുന്നത് പാർട്ടിക്കിൾസിനെല്ലാം ഒരു ഡെഫിനിറ്റ് പൊസിഷൻ ഉണ്ട് അല്ലേ. നമുക്കറിയാം സോളിഡിലെ പാർട്ടിക്കിൾസ് എല്ലാം വളരെ വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, അതിനെല്ലാം ഒരു ഡെഫിനിറ്റ് പൊസിഷൻ ഉണ്ടെന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നില്ല, മൂവ് ചെയ്യുന്നില്ല അല്ലേ. അന്നേരം ലിക്വിഡിലും ഗ്യാസസിലും ഒക്കെ എന്താണ്, പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നില്ല, അവർക്ക് ഡെഫിനിറ്റ് പൊസിഷൻ ഇല്ല. അപ്പോൾ ഇത്രയുമാണ് സോളിഡ് സ്റ്റേറ്റിൻ്റെ ആ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതായത് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് മാസ് ഉണ്ട്, അതേപോലെ പാർട്ടിക്കിൾസിന് ഡെഫിനിറ്റ് പൊസിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഷോർട്ട് ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്, പിന്നെ അത് ഇൻകംപ്രസിബിളും റിജിഡുമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ശരിക്കും പഠിക്കാൻ, അതായത് ഇത് നമ്മൾ സിമ്പിളായി ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇനി ഈ ചാപ്റ്റർ തൊട്ട് പഠിക്കാനുള്ളത് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. അപ്പോൾ സോളിഡ്സ് എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്
രണ്ട് തരം സോളിഡ്സ് ഉണ്ട്. ഇത് 2 ടൈപ്സ് ഓഫ് സോളിഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ ആ പേര് കേൾക്കുമ്പോഴേ തന്നെ മനസ്സിലാവും ക്രിസ്റ്റൽ പോലെയുള്ള സോളിഡ്സ് ആണ്. പിന്നെ ഒന്ന് പറയുന്നത് അമോർഫസ് സോളിഡ് ആണ്. അമോർഫസ് സോളിഡ് അതിന് ശേഷം പഠിക്കാം. അപ്പോൾ ഇതിൽ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൽ പാർട്ടിക്കിൾസ്, നമുക്കറിയാം സോളിഡ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് എല്ലാം അറേഞ്ച്ഡ് ആണ് അല്ലേ, വെരി വെരി ക്ലോസ്ലി അറേഞ്ച്ഡ് ആണ്. ഇതിൽ സോളിഡിലെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി അറേഞ്ച്ഡ് ആണ്. എന്നാൽ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോൾ അതിലെ പാർട്ടിക്കിൾസ് എല്ലാം എന്താണ്, വളരെ ഓർഡർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരു പാറ്റേൺ തെറ്റിയിട്ടല്ല, ഒരേ പാറ്റേണിൽ ഒരു ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ഉള്ള സോളിഡ്സ് പാറ്റേൺ ഇത് എല്ലാം ഒരു ഓർഡറിലായിരിക്കും. ഓരോ പാർട്ടിക്കിൾസും ഒരേ ഓർഡറിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല ആ ക്രിസ്റ്റലിൽ ആ പിന്നെ പാറ്റേണുകൾ, ആ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് റേഞ്ചിലോട്ടാണ്, ഒരുപാട് ഡിസ്റ്റൻസ് നമുക്ക് അതേ ഓർഡറിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാൻ കഴിയും. വളരെ ലോങ് ഡിസ്റ്റൻസിൽ, അതായത് ലോങ് റേഞ്ച് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസിൽ ആ പാർട്ടിക്കിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അങ്ങനെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ അമോർഫസ്, അതായത് വളരെ ഷോർട്ട് റേഞ്ച് ആയിരിക്കും. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അതായത് വെൽ ഓർഡർലി അറേഞ്ച്ഡ് ആയിരിക്കും, പാർട്ടിക്കിൾസ് വെൽ ഓർഡർലി അറേഞ്ച്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതെന്തായിരിക്കും, ലോങ് റേഞ്ച് ആയിരിക്കും. ഈ ഓർഡർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡർ എങ്ങനെയായിരിക്കും, ലോങ് റേഞ്ച് ആയിരിക്കും. എത്രത്തോളം ഡിസ്റ്റൻസിൽ നമ്മൾ മൂവ് ചെയ്താലും ആ റേഞ്ച് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പറയുന്നത് റെഗുലർ പാറ്റേൺ ആണ്. ഒരിക്കലും പാറ്റേൺ മാറുന്നില്ല, റെഗുലർ പാറ്റേൺ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ എന്തായാലും NaCl. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടീസ്, അതായത് ഡിഫറൻസ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ബേസിക് പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ലോങ് റേഞ്ച് ഓർഡർ ആണ്, അതേപോലെ വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ്, അതിന് മാത്രമല്ല റെഗുലർ പാറ്റേൺ അറേഞ്ച്മെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ NaCl ആണ്. നമുക്കറിയാം NaCl കണ്ടില്ലേ, ഉപ്പ് അല്ലേ, കറിയുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കട്ടയായിട്ട് കിട്ടും, നമ്മുടെ പൊടിയുപ്പല്ലാതെ കട്ടയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു ക്രിസ്റ്റലാണ്, ക്രിസ്റ്റലൈൻ സോളിഡാണ് എന്ത്, കറിയുപ്പ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡാണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടു, ഇതിന് നല്ല തിളക്കമുള്ള ഒരു ഇതായിട്ട് വരുന്നത് NaCl ഉപ്പ്. അതേപോലെ കോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, വെള്ളാരങ്കല്ല് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കോഡ്സ്, അതെന്താണ്, ഒരു ക്രിസ്റ്റലൈൻ സോളിഡാണ്. അപ്പോൾ അതിൽ ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും, റെഗുലർ പാറ്റേൺ ആണ്, അതേപോലെ വെൽ ഓർഡർലി അറേഞ്ച്ഡ് ആയിരിക്കും. അതാണ് എന്തിൻ്റെ, ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് സോളിഡാണ് അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അമോർഫസ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്കറിയാം സോളിഡ്സ് ആണ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് അല്ല, എന്നാൽ പാർട്ടിക്കിൾസ് എല്ലാം ഇറഗുലർലി അറേഞ്ച്ഡ് ആണ്. അതായത് ഒരു റേഞ്ചിൽ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതെന്താ വേറെ റേഞ്ചിൽ അത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റെഗുലർ പാറ്റേൺ ആയിട്ടല്ല വരുന്നത്, പാറ്റേണിൽ ഒരു അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസമുണ്ട്, പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇറഗുലർലി അറേഞ്ച്ഡ് ആണെന്ന് പറയാം. അതായത് അമോർഫസ് സോളിഡ്സിലെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എല്ലാം എന്താണ്, ഇറഗുലർലി അറേഞ്ച്ഡ് ആണ്, റെഗുലർ ആയിട്ടല്ല. നമുക്ക് ഒരേ രീതിയിൽ ഒരേ പാറ്റേൺ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഇറഗുലർ എന്ന് പറയുന്നത്. അങ്ങനെ ഇത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, പാറ്റേണിൽ വ്യത്യാസം വരുന്നു. അതായത് ഇങ്ങനെ നേരെ വന്ന് പിന്നെ വേണമെങ്കിൽ ഒന്ന് ചരിച്ചിട്ട് അങ്ങനെ പോകുന്നു, വ്യത്യാസമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. നമുക്ക് കുറച്ച് ദൂരത്തോട്ടേ ഈ ഒരു പാറ്റേൺ കാണുന്നുള്ളൂ, പിന്നെ കാണുമ്പോൾ അത് വ്യത്യാസം, വേറെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിലെന്ത് ചെയ്യുന്നു, പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. ഈ ഓർഡർ കുറച്ച് ഭാഗം ഒരു ഓർഡറിൽ, പിന്നെ വേറെ കുറച്ച് ഭാഗം വേറെ ഒരു പാറ്റേൺ ആയിട്ട് വേറെ ഓർഡറിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഷോർട്ട് റേഞ്ച് ഓർഡറുമാണ്, ഇറഗുലർ അറേഞ്ച്മെൻറ്റുമാണ്. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ഈ കൂടുതൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പ്ലാസ്റ്റിക്, ഗ്ലാസ് ഇതെല്ലാമാണ്. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക്കും ഗ്ലാസ്സൊക്കെ അമോർഫസ് സോളിഡ്സിനുള്ള എക്സാമ്പിളാണ്.